ഇനിയും ഈ ജീവിതം വേണ്ട, ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് മതിയായി. ഇനിയും ജീവനും കൊണ്ട് മുന്നോട്ട് പോയാൽ ഞാനും എൻ്റെ മക്കളും ഇല്ലാതാകും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. മേരിക്കുട്ടി തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ ആ മക്കളെ രണ്ടുപേരുടെയും കൈ പിടിച്ച് ആ വീടിൻ്റെ പടി എന്നേക്കുമായി ഇറങ്ങി. ഒറ്റപ്ലാങ്കിലെ വർഗീസാറിൻ്റെയും അന്നമ്മ ടീച്ചറിൻ്റെയും മകളാണ് മേരിക്കുട്ടി. മേരിക്കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനമൊക്കെയും പൂർത്തീകരിച്ച് മകളെ വിവാഹം കഴിച്ചു വിടാൻ വേണ്ടി ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് വർഗീസ് കുട്ടിയുമായിട്ടുള്ള ആ വിവാഹം ആലോചന വന്നത്. മേരിക്കുട്ടിയുടെ അപ്പനും അമ്മയും വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. കാര്യങ്ങളെല്ലാം പോയി തിരക്കി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായി. കാരണം വർഗീസുടെ വീട്ടിലും നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണ്. വർഗീസുടെ അപ്പന് ഒരു കോൺട്രാക്ട് പണിയാനാണ്, പണം ധാരാളമുണ്ട്. ആ മനുഷ്യൻ നല്ലൊരു സ്വഭാവമുള്ളവനാണ്. മക്കളെയും ആ രീതിയിൽ തന്നെയാണ് ആ മനുഷ്യൻ വളർത്തിയത്. അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോൾ ആ മനുഷ്യൻ തീരുമാനിച്ചു മക്കൾക്ക് വിവാഹം വേണം. അങ്ങനെയാണ് മേരിക്കുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് തീരുമാനമായത്. രണ്ട് കൂട്ടരും അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൊടുക്ക വാങ്ങലുകളൊക്കെയും തീരുമാനിച്ചു. കാരണം വർഗീസ് സാറിൻ്റെയും അന്നമ്മ ടീച്ചറിൻ്റെയും നല്ലൊരു സമ്പാദ്യമുണ്ട്. അതിൻ്റെ നല്ലൊരു ഭാഗം മകൾക്ക് കൊടുക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. വിവാഹം നടന്നു. മേരിക്കുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു. നല്ലതാകുന്ന ആ മേരിക്കുട്ടിയുടെ, അതായത് ഭർത്താവിൻ്റെ അപ്പനും അമ്മയും വർഗീസുടെ അപ്പനും അമ്മയും ഒക്കെ വളരെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അവർക്ക് വളരെ സന്തോഷമായി. താൻ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം, വിവാഹ ജീവിതമല്ല നടന്നത്, ഒരു വിവാഹമാണല്ലോ നടന്നത്, ഒരു ദാമ്പത്യ ജീവിതം സന്തോഷമാണല്ലോ എന്നൊക്കെ അവൾ ധരിച്ചു. അവൾ ഇങ്ങനെ ജീവിച്ച് അവർ മുന്നോട്ട് പോകുന്നു. വർഷം വേണ്ട 2 വർഷം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരു മകനുണ്ടായി. പിന്നെയും വർഷങ്ങൾ നീണ്ടുപോയി. എന്നാൽ ആ ഇടവേളയിൽ മേരിക്കുട്ടിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായി. വർഗീസ് കുട്ടി നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ വർഗീസ് കുട്ടി മദ്യപാനം പതുക്കെ ആരംഭിച്ചു. എൻ്റെ കൂട്ടുകെട്ടിൽ കൂടാണ് ആ മദ്യപാനം ആരംഭിച്ചത്. മദ്യപാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടിയും വർഗീസുടെ അപ്പനും അമ്മയൊക്കെയും വിലക്കി, ഇത് നല്ലതിനല്ല, നിൻ്റെ കൂട്ടുകെട്ട് അത് ചീത്തയാണ്, നിൻ്റെ ജീവിതം നശിക്കും അതുകൊണ്ട് നീ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി, നീ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണ്ടല്ലോ, ഇവിടെ ധാരാളം കാര്യങ്ങൾ നിനക്ക് ചെയ്യുവാനുണ്ടല്ലോ, പറമ്പിൽ പോകണം, പണിക്കാരെ കൊണ്ട് പണി ചെയ്യിക്കണം, തന്നെയല്ല എൻ്റെ കൂടെ നീ സഹായിച്ച്, എൻ്റെ അപ്പൻ പറഞ്ഞു എൻ്റെ കൂടെ നീ സഹായിക്ക്, എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പിന്നെയും പണമുണ്ടാക്കാം എന്നൊക്കെയും പറഞ്ഞു. പക്ഷേ പണം ധാരാളമുള്ള വർഗീസ് കുട്ടി കൂട്ടുകാരുമൊത്ത് ഉല്ലാസമായിട്ട് അവിടെ ഇവിടെയും യാത്ര ചെയ്തു. വാഹനമുണ്ട്, യാത്ര ചെയ്യുകയും ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതിരിക്കുകയും വരുന്ന ദിവസം മദ്യപിച്ച് ലക്ക് കെട്ട രീതിയിൽ കൂടി വരികയും ഒക്കെ ആയ പതിവായി. ഇത് തുടർന്ന് അങ്ങോട്ട് പോയപ്പോൾ മേരിക്കുട്ടി ചോദ്യം ചെയ്തപ്പോൾ അത് ഒരു വഴക്കിന് കാരണമായി. പലപ്പോഴും അത് തുടർന്നുകൊണ്ടിരുന്നു. അസമയങ്ങളിൽ കയറി വരുന്ന വർഗീസ് കുട്ടിയെ മേരിക്കുട്ടി ചോദ്യം ചെയ്യുമ്പോൾ വർഗീസ് കുട്ടിക്ക് അത് ഇഷ്ടക്കേടായി വന്നു. അവസാനം അത് വർഗീസ് കുട്ടി മേരിക്കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് പല നാളുകൾ ഇങ്ങനെ നീണ്ടു നിന്നു. ഇതിനോടകമായിട്ട് അവർക്കൊരു മകൾ കൂടി ജനിച്ചു. അപ്പോൾ 2 മക്കൾ, ഈ 2 മക്കൾ ഉള്ള ആ വർഗീസ് കുട്ടി മദ്യപാനിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ മക്കളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചിന്ത ആ മേരിക്കുട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് വീട്ടിൽ പലപ്പോഴും ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ എന്ത് ചെയ്യും? അവസാനം മേരിക്കുട്ടി അതിൻ്റെ അപ്പനെയും അമ്മയും മാതാപിതാക്കളെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ പറഞ്ഞു, മോളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, എന്ത് ചെയ്യാനാ, നമുക്ക് ചക്കയാണെങ്കിൽ തുന്നിച്ച് നോക്കാം. അത് ആ സ്വഭാവം നമുക്കറിയത്തില്ലായിരുന്നല്ലോ, നേരത്തെ ഇങ്ങനെ സ്വഭാവം ഇല്ലായിരുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ തൊട്ടേയും അവന് വർഗീസ് കുട്ടിക്ക് മദ്യപാനം ഉണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ വീട്ടുകാർ മറച്ചു വയ്ക്കുകയായിരുന്നു. പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഞങ്ങൾ നേരത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞതാണ്, നിന്നെ അറിയിക്കാതിരുന്നതാണ്
ഏതായാലും മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് പിടിച്ചവിടെ നില്ല്. പെട്ടെന്ന് നീ എടുത്ത് ചാടി ഒരു തീരുമാനമെടുക്കരുത്. നീ പറഞ്ഞല്ലോ ആ മനുഷ്യനോട് ജീവിക്കുവാൻ വയ്യാന്ന്. പക്ഷേ അങ്ങനെ നീ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നിൻ്റെ അനിയത്തിയുണ്ട്, നിനക്ക് ആങ്ങളയുണ്ട്. അവരൊക്കെ അവരുടെയൊക്കെ സമീപനം നിന്നോട് പിന്നെ എങ്ങനെയായിരിക്കും? നീ പിടിച്ചു നില്ല്, കുറച്ചൊക്കെ സഹിക്ക്. അവനെപ്പോഴേലും വരട്ടെ, എപ്പോഴേലും പോകട്ടെ. നീ കുഞ്ഞുങ്ങളെ കാര്യം നോക്കി നീ മുന്നോട്ട് ജീവിക്കാൻ നോക്കും മോളെ എന്നും പറഞ്ഞ് ആ അപ്പനും അമ്മയും എപ്പോഴും നല്ല ഗുണദോഷമായിട്ട് മേരിക്കുട്ടിയോട് പറഞ്ഞു. മേരിക്കുട്ടിയും തീരുമാനിച്ചു, ഞാൻ കാരണം അപ്പനും അമ്മയ്ക്കൊരു പ്രയാസം ഉണ്ടാകരുത്. കാരണം തനിക്ക് വേണ്ടി ജീവിച്ച അപ്പനും അമ്മയും തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ വേണ്ടി, തനിക്ക് സുഖ സൗകര്യങ്ങൾ കൂടി ജീവിക്കുവാൻ വേണ്ടി അവരുടെ സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം തനിക്ക് തന്നതാണ്. അതൊക്കെ ഈ മനുഷ്യൻ നശിപ്പിച്ച് കളയുകയാണ്. ആ ഒരു വേദനയോടെ മേരിക്കുട്ടി ദിവസവും ഇങ്ങനെ ആ ഒരു പ്രാർത്ഥന, ഈ മനുഷ്യൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടുന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പ്രായമായിക്കൊണ്ടേയിരുന്നു. ഇളയ കുട്ടിക്ക് 10 വയസ്സാകുന്നു. 2 പേര്, ഒരാണും ഒരു പെണ്ണും. അവരെ പഠിപ്പിക്കണം. ഈ വർഗീസുകളുടെ മദ്യപാനം പിന്നെയും മൂത്ത് വരികയാണ്. ഓരോ ദിവസം വരെ കൂടിക്കൂടി വരികയാണ്. തന്നെയല്ല, ഈ അടുത്ത കാലത്ത് ചില സ്വഭാവങ്ങളുണ്ടായി. കൂട്ടുകെട്ട്, ചില ചീത്ത സ്വഭാവമുള്ള ചീത്ത ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്. അവരെ വീട്ടിൽ വന്ന് മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ മേരിക്കുട്ടിയോട് അസഭ്യമാകുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ചില പെരുമാറ്റങ്ങൾ വരെ ഉണ്ടായി. അപ്പോഴും മേരിക്കുട്ടി അവിടെ പിടിച്ചു നിന്ന് എതിർത്ത് നിന്നു. അവസാനമാണ് മേരിക്കുട്ടി തീരുമാനമെടുത്തത്, ഈ മനുഷ്യനുമായിട്ട് ഇനിയും ജീവിക്കാൻ സാധിക്കത്തില്ല. ഞാൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ഈ മനുഷ്യമായിട്ട് ഇനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട. അവളോട് അപ്പനെയും അമ്മയും വിളിച്ചു പറഞ്ഞു, എനിക്കിനി ഇവിടെ ജീവിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളിനി എന്നെ ഇവിടെ ജീവിക്കാൻ നിർബന്ധിച്ചാൽ ഞാനും എൻ്റെ മക്കളും ഞങ്ങളുടെ ജീവിതം ഈ വീട്ടിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മാതാപിതാക്കൾക്ക് അതിവേദനയുണ്ടായി. അവർ പെട്ടെന്ന് വർഗീസുകളുടെ വീട്ടുകാരോട് ആലോചിച്ച് വർഗീസുകളുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വർഗീസുട്ടിയും പറഞ്ഞു, എന്നെ അനുസരിക്കാത്തൊരു ഭാര്യ എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങോട്ടും കാര്യങ്ങളായി അവസാനം കേസ് കോടതിയിലായി. കോടതി അവരെ 2 പേരെയും വിളിച്ച് ചോദ്യം ചെയ്തു. മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി അവരും കോടതിയിൽ നിന്നും അവർക്ക് ഇനിയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേ. അപ്പോൾ മേരിക്കുട്ടി പറഞ്ഞു, ഇല്ല, ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ. ഈ മനുഷ്യനോട് ഞാൻ സഹിക്കാവുന്നതിൽ കൂടി സഹിച്ചു. ഇനി എനിക്ക് മുന്നോട്ട് സഹിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒന്ന് കോടതി പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ കോടതി നിങ്ങൾക്ക് വിവാഹത്തിൻ്റേതായ എങ്ങനെ വേർപെടുന്നതിൻ്റെതായ കാര്യങ്ങളൊക്കെയും കോടതി നിങ്ങൾക്ക് നടത്തി തരുമെന്ന് പറഞ്ഞുള്ള ആ തീരുമാനത്തിൽ കോടതി അവർക്ക് അവിടെ 2 പേർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അനുവാദം കൊടുത്തു. വേർപിരിയാനുള്ള ആ ഉടമ്പടി എല്ലാം ഒപ്പിട്ട് അവർക്ക് 2 പേർക്കും രേഖയായിട്ട് കൊടുത്തു കഴിഞ്ഞു. മേരിക്കുട്ടി അപ്പൻ്റെ അമ്മയുടെയും അടുത്ത് വന്നു. അവൾ ആ വർഗീസുകളുടെ വിഹിതം കൊടുത്തായിരുന്നു, അവർ കൊടുത്ത കാശും കൊടുത്തായിരുന്നു. എല്ലാം മടക്കി കൊണ്ടുവന്ന് മേരിക്കുട്ടി അപ്പൻ്റെ അമ്മയുടെയും വീടിൻ്റെ അടുത്ത് അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിനകത്തൊരു വീട് വെച്ചു. ഇന്ന് ആ വീട്ടിൽ അവർ സ്വസ്ഥമായിട്ട് താമസിക്കുകയാണ്. ഒരു വിവാഹ ജീവിതം തകർന്നതിൻ്റേതായ പ്രയാസം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ കൂടില്ലാത്തതിൻ്റെ ആ പ്രയാസം മേരിക്കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. എന്ത് ചെയ്യാം, തൻ്റെ വിധിയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുകയും ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മേരിക്കുട്ടി ഇന്ന് ആ വീട്ടിൽ കഴിയുകയാണ്. എന്തൊരവസ്ഥയാണിത്! കുടുംബജീവിതം തകർന്നു പോയാൽ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്.